ബീഹാറിൽ പോരാട്ടം വികസനവും വിനാശവും തമ്മിലാണ്. എനിക്ക് വ്യക്തിപരമായി ആരോടും വഴക്കില്ല. പക്ഷേ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം മദ്യനിരോധനം നടപ്പിലാക്കി. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ നിതീഷ് ജിയുടെ ഏറ്റവും വലിയ തീരുമാനമായി ഞാൻ ഇതിനെ കാണുന്നു. ഞാൻ ഇതിന് 100% എതിരാണ്. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു, ഇനിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും. അതിലൊരു കൺഫ്യൂഷനുമില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ 11% കുടിയേറ്റമുണ്ടായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് അത് 2%. ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളെ ഞാൻ രാംകാന്ത് ബെൻസലായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഹിന്ദു മുസ്ലിം എന്ന് വേർതിരിക്കാറില്ല. മറ്റുള്ളവർ ഞങ്ങളെ കാട്ടി ഭയപ്പെടുത്തുന്നു. ഞങ്ങൾ എല്ലാവരുടെയും കൂടെ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. ഹരേജി, നമസ്കാരം. താങ്കളെ വീണ്ടും കാണാനായതിൽ വളരെ വളരെ സന്തോഷം. കഴിഞ്ഞ തവണയും ഞങ്ങൾക്ക് താങ്കളുമായി വളരെ ഫലപ്രദമായ ഒരു ഇൻ്റർവ്യൂ നടത്താൻ സാധിച്ചിരുന്നു. താങ്കൾ ഇപ്പോൾ എത്ര തിരക്കിലാണെന്നും എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ സംസാരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത്, എന്തിനാണ് അദ്ദേഹത്തെ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയത്? അതൊരു തെറ്റായിരുന്നു എന്ന് ആളുകൾ പറയുന്നു. താങ്കളോട് ചെയ്ത അനീതിയാണെന്നും. പക്ഷേ അതൊരു തെറ്റായിരുന്നു എന്ന് അവർ പറയാൻ കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് BJP താങ്കളിൽ വിശ്വാസം കാണിക്കുന്നില്ലെങ്കിൽ എന്തിന് വോട്ടർമാർ താങ്കളിൽ വിശ്വസിക്കണം? അപ്പോൾ അത് അനീതിയായിരുന്നോ? അത് വേദനിപ്പിച്ചോ? അതൊരു തെറ്റായിരുന്നോ? ഇല്ല. പക്ഷേ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി. വോട്ടർമാർ പറയുന്നു അവർക്ക് വിശ്വാസമില്ലെന്ന്. ഞങ്ങൾക്ക് എന്തിന് വിശ്വാസം വേണം? അത് താങ്കളെ അല്പമെങ്കിലും വേദനിപ്പിച്ചോ? ഇല്ല, അങ്ങനെയല്ല. ചിലർ അത്തരം കാര്യങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്നിൽ അർപ്പിച്ച വിശ്വാസം വളരെ വലുതാണെന്ന് ഞാൻ കരുതുന്നു. പ്രതിപക്ഷ നേതാവ്, സംഘടനയെ വളർത്താൻ പാർട്ടിയുടെ അധ്യക്ഷൻ, ഇന്ന് ഞാൻ ഉപമുഖ്യമന്ത്രിയായും പാർട്ടി നേതാവായും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആദരണീയനായ പ്രധാനമന്ത്രി ജിയുടെയും ആദരണീയനായ ദേശീയ അധ്യക്ഷൻ്റെയും അനുഗ്രഹം കൊണ്ടും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം കൊണ്ടുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ BJP വിജയിച്ച കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിൽ അവിടെ മുഖ്യമന്ത്രിമാരായത് ആർക്കും അത്രയൊന്നും അറിയാത്ത ആളുകളായിരുന്നു. മധ്യപ്രദേശിൽ മോഹൻ യാദവ് ജി, രാജസ്ഥാനിൽ ഭജൻലാൽ ജി, ഡൽഹിയിൽ രേഖ ഗുപ്ത. അപ്പോൾ BJPയുടെ ഈ തന്ത്രം ബീഹാറിലും നടപ്പിലാകാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ ബീഹാർ വ്യത്യസ്തമാണോ? ഇല്ല മോളെ, ആദ്യമായി ഇവിടെ ഒഴിവില്ല. ഏറ്റവും വലിയ കാര്യം ഇവിടെ ഒഴിവില്ല എന്നതാണ്. ഇവിടെ നിതീഷ് കുമാർ ജിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ്. മുന്നോട്ടും അദ്ദേഹം തന്നെ. രണ്ടാമതായി, ഞങ്ങളുടെ പാർട്ടിയിൽ ആരുടെയും കാര്യം മുൻകൂട്ടി തീരുമാനിക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ പാർലമെന്ററി ബോർഡാണ്
ആരാണ് നേതാവാകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. എനിക്ക് ലഭിച്ച ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ 3 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായും പാർട്ടി നേതാവായും അധ്യക്ഷനായും പ്രവർത്തിക്കുന്നു എന്ന്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയിൽ നാളത്തെ നേതാവ് ആരായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. അതാണ് BJPയുടെ പ്രത്യേകത. ഞങ്ങളുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്റെ വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ പ്രവർത്തകരിൽ നിന്ന് തന്നെ ഒരാൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ്. ഞങ്ങളും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുന്ന പ്രത്യയശാസ്ത്രത്തോടൊപ്പം നിലകൊള്ളുന്നു. അതുകൊണ്ട് പാർട്ടി എന്തു ഉത്തരവാദിത്തം തന്നാലും അതനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുമായി എനിക്ക് ബന്ധമുണ്ട്. സമ്രാട്ട് ജി, ബീഹാറിൽ ഒഴിവില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ നിതീഷ് കുമാറിൻ്റെ മുഖം വെച്ചാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്നാൽ NDAക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമോ എന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇന്നും പ്രധാനമന്ത്രിയുടെ 2 റാലികൾ നടന്നു. നിതീഷ് ജി തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് പ്രധാനമന്ത്രി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് MLA. നോക്കൂ, ഞങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ഒഴിവുണ്ടെങ്കിലല്ലേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഒരു വശത്ത് മഹാസഖ്യത്തിൽ പീഡിപ്പിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞങ്ങൾക്ക് അങ്ങനെയൊരു സാഹചര്യമേ ഇല്ല. ഇവിടെ BJPയുടെ നേതാവാണ് ആദരണീയനായ അടൽ ബിഹാരി വാജ്പേയി ജിയാണ് നിതീഷ് ജിയെ മുഖ്യമന്ത്രിയാക്കിയത്. JDUവിലെ ആളുകളല്ല ഉണ്ടാക്കിയത്. പ്രഖ്യാപനം നടത്തിയത് ഒന്നുകിൽ അദ്വാനി ജിയോ അല്ലെങ്കിൽ അടൽ ജിയോ ആണ്. 2005 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സമതാ പാർട്ടിക്കുള്ളിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ BJPയാണ് നിതീഷ് കുമാർ ജിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഇന്നും ഒരു ആശയക്കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആശയക്കുഴപ്പം ഉണ്ടെങ്കിലല്ലേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ആശയക്കുഴപ്പമേ ഇല്ല. നിതീഷ് കുമാർ നേതാവാണ്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. മുന്നോട്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കണം. ഇതിലെവിടെയാണ് 2 അഭിപ്രായം? അതായത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിതീഷ് കുമാറിന് വീണ്ടും MLA-മാരുടെ എണ്ണം കുറഞ്ഞാലും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആയിരിക്കും എന്നാണോ? സഹോദര, 90-ൽ ലാലുജിയെ മുഖ്യമന്ത്രിയാക്കിയത് BJPയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 6 മാസത്തിന് ശേഷം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയെ തന്നെ പിളർത്തി. ഇന്നും എൻ്റെ വ്യക്തമായ വിശ്വാസം ഇതാണ്: നിതീഷ് ജി ബീഹാറിന്റെ വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായി വിശ്വസിക്കുന്നു. ബീഹാറിന്റെ സമൃദ്ധിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വം അത്യാവശ്യമാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചോദിക്കട്ടെ, നിങ്ങളോട് മുഖ്യമന്ത്രിയാകാൻ അവർ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ? ഇല്ല, അത് പാർട്ടി നിങ്ങളോട് ചോദിച്ചാൽ? ഞാനൊരു വ്യക്തിയാണ്. പാർട്ടിയുടെ സിസ്റ്റം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ വളരെ മുതിർന്ന വ്യക്തിയാണ്. അപ്പോൾ പാർട്ടി നിങ്ങളോട് മുഖ്യമന്ത്രിയാകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പാർട്ടിയുടെ തീരുമാനം സ്വീകരിക്കുമോ? ഇല്ല അർണബ്ജി, അമ്മായിക്ക് മീശ മുളച്ചാൽ അമ്മാവനാകും. എന്നാൽ എൻ്റെ വിശ്വാസം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമാണ്. ഈ ഉത്തരവാദിത്തം പാർട്ടി നൽകുന്നതാണ്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാനത് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ? എൻ്റെ വിശ്വാസം പാർട്ടി പ്രവർത്തകർക്ക് എന്തു ഉത്തരവാദിത്തം നൽകിയാലും അവർ ആ ജോലി ചെയ്യും എന്നാണ്. എന്നാൽ നിതീഷ് കുമാർ ജി ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിന് വിഷമിക്കണം? നിതീഷ് ജി ഇല്ലാതിരുന്നെങ്കിലല്ലേ ഇവിടെ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായി, അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അത് പാർട്ടിയുടെ തീരുമാനമാണ്. നിങ്ങൾക്കത് ഒഴിവാക്കാനാവില്ല. ഇല്ല, നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ നിതീഷ് കുമാറിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ നിങ്ങൾ അദ്ദേഹത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. BJP കേഡർമാർ കൊല്ലപ്പെട്ടതിന് കാരണം അദ്ദേഹമാണെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ ക്രിമിനലുകളുടെ കൂട്ടത്തിലാക്കി. അദ്ദേഹം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു എന്നും മറ്റു പല കാര്യങ്ങളും പറഞ്ഞു.
നിങ്ങൾ പരസ്യമായി വിമർശിക്കുന്ന ഒരാളോടൊപ്പം നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാനൊരു സ്വകാര്യ പരസ്യ വിമർശനം പറയുന്നില്ല. ഞാൻ 30 വർഷമായി നിതീഷ് ജിയോടൊപ്പം പ്രവർത്തിക്കുന്നു. 30 ഇയർ. 1995 ഞാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ വന്നു. അന്ന് മുതൽ ഞാൻ ബീഹാറിൽ പ്രവർത്തിച്ചു വരികയാണ്. പലതവണ അദ്ദേഹത്തോടൊപ്പം ഒരു സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായ വഴക്കില്ല, ആരോടും വഴക്കില്ല. എന്നാൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഉണ്ടാകും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കും എതിരെ സംസാരിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു. ഞാൻ പരസ്യമായി പറയുമായിരുന്നു, വ്യക്തിപരമായ പോരാട്ടങ്ങളൊന്നുമില്ലെന്ന്. നിതീഷ് കുമാർ ജിയെ എല്ലാവരും ബഹുമാനിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിൽ ആരായാലും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് നിതീഷ് കുമാർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ വശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും വിമർശനമുണ്ടോ? അദ്ദേഹം ജനങ്ങളിലെ ചിലരെ പ്രീണിപ്പിക്കുന്നു. അദ്ദേഹം നിങ്ങളുടെ ഒരു കേഡറെ കൊന്നു. അദ്ദേഹം കുറ്റവാളികളോടൊപ്പം പ്രവർത്തിച്ചു. ഇവയെല്ലാം പരസ്യ പ്രസ്താവനകളാണ്. നിങ്ങൾ ഇപ്പോഴും അവ വിശ്വസിക്കുന്നുണ്ടോ അതോ പിൻവലിക്കുകയാണോ? ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാനിത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിതീഷ് കുമാർ ജി സദ്ഭരണത്തിന്റെ പ്രതീകമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിതീഷ് വി കുമാർ ജിക്ക് ഒരിക്കലും ഒരു കുറ്റവാളിയുടെ കൂടെ പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആർക്കു വേണ്ടിയും ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നിതീഷ് കുമാർ ജിയുടെ ഭരണകാലത്ത് ഏത് കുറ്റവാളിയായാലും അവർക്കെല്ലാം ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കോടതി ജാമ്യം നൽകിയിട്ടുണ്ടാവാം. പക്ഷേ നിതീഷ് കുമാർ ജി എല്ലാവരെയും ജയിലിനകത്താക്കുന്ന ജോലിയാണ് ചെയ്തത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഡോക്ടറായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരസ്യമായി പറഞ്ഞു. അതായത് രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞതെന്ന് നിങ്ങൾ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടവും ഉണ്ടാകുമോ? അപ്പോൾ അതിനുവേണ്ടിയും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാൻ കഴിയും, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പറയും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അധികാരത്തിനായുള്ള പോരാട്ടം, സഖ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിതീഷ് കുമാർ ജി സഖ്യത്തിന്റെ അടിസ്ഥാന ആവശ്യമാണെന്ന്. നിതീഷ് കുമാർ ജി ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിക്കുന്നതിൽ വിദഗ്ധനാണ്. തുടർച്ചയായി 1996 മുതൽ 2025 വരെ NDA ഇതിലേകദേശം 25 കൂടുതൽ വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് തുടർച്ചയായി ഇവിടുത്തെ ബീഹാറിന്റെ വികസനത്തിന് ആവശ്യമാണ്. ബീഹാറിന് സാമൂഹിക നീതിക്ക് ആവശ്യമാണ്. ബീഹാറിന്റെ സമൃദ്ധിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിതീഷ് കുമാർ ജിയുടെ കൂടെ പോകുന്നത്. പ്രത്യയശാസ്ത്രം വ്യത്യസ്തമാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി വ്യത്യസ്തമാണ്, വ്യക്തി വ്യത്യസ്തനാണ്. എന്നാൽ ബീഹാറിന്റെ ആവശ്യം നിതീഷ് കുമാർ ആയതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തോടൊപ്പമുണ്ട്. സാമ്രാട്ട് ജി, എനിക്ക് നിങ്ങളോട് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എല്ലാ ദിവസവും നിതീഷ് കുമാറുമായി സംവദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുപ്രസംഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഞങ്ങൾ അത് കാണാറുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുന്നു. പേരുകൾ പോലും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, പൊതുവേദിയിലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നിവ നിങ്ങൾക്ക് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്? 2, നിതീഷ് കുമാർ കുറ്റവാളികളെ സംരക്ഷിക്കുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ സുപ്രീം കോടതി ശിക്ഷിച്ച ആനന്ദ് മോഹൻ സിംഗിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങളുടെ NDA ഭരണകാലത്ത് പുതിയ നിയമം കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടതാണ്. അതിന് പകരമായി അദ്ദേഹത്തിൻ്റെ മകൻ നിങ്ങൾക്ക് ക്രോസ് വോട്ട് ചെയ്യുകയും ചെയ്തു. രണ്ടാമതായി, നിങ്ങളുടെ നവാഡയിലെ രാജവല്ലഭ് യാദവിനെ പോലുള്ളവരെയും ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ JDUവിൽ ടിക്കറ്റ് നൽകി. രാജവല്ലഭ് യാദവ് നിങ്ങളുടെയൊക്കെ കാലത്ത് തന്നെയാണ് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായതും. സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ഏജൻസി ആയിരുന്നിട്ട് പോലും. ആനന്ദ് സിംഗ് എപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ വരുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ജയിൽ മോചനം ലഭിക്കുന്നതായി ഞങ്ങൾ എല്ലാ തവണയും കാണുന്നു. കോടതിയുടെ വ്യാഖ്യാനം സർക്കാരിന് നടത്താൻ കഴിയില്ല. 1, കോടതിയും സർക്കാരും 2 വ്യത്യസ്ത മേഖലകളാണ്. ഞങ്ങൾക്ക് റിപ്പോർട്ട് നൽകാം. കാരണം കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പങ്ക് അവസാനിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഒരു സർക്കാരിനും ഒരു പങ്കുമില്ല. 1, കോടതിക്ക് തീരുമാനിക്കാം, കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാം. നിതീഷ് കുമാർ ജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിതീഷ് കുമാർ ജി തുടർച്ചയായി
ബീഹാറിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവ് ആ കഠിനമായ തണുപ്പിൽ ഡിസംബറിലോ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ബീഹാറിലെ 38 ജില്ലകളിലും പോയി ബീഹാറിന്റെ വികസനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതും ബീഹാറിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നും രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രിയായിരിക്കെ തുടർച്ചയായി 3 മുതൽ 4 വരെ യോഗങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നു. 75 വയസ്സിലും തുടർച്ചയായി പ്രവർത്തിക്കുന്നു. മറുവശത്ത് ലാലുജി അസുഖബാധിതനായിരിക്കുകയും തന്റെ പ്രതിനിധിയെ നിർത്തുകയും ചെയ്തിരിക്കുന്നു. ആദ്യം റാബ്രി ദേവിജിയെ കൊണ്ടുവന്നു, ഇപ്പോൾ മകനെ കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ നിതീഷ് കുമാർജി സ്വയം മകനെയോ കുടുംബത്തിൽ നിന്ന് മറ്റാരെയുമോ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് നിതീഷ് കുമാർജി ബീഹാറിനെ കുറിച്ച് ആശങ്കാകുലനാണ്, ബീഹാറിന്റെ സമൃദ്ധിയെക്കുറിച്ച് ആശങ്കാകുലനാണ്. അതിനാൽ ഞങ്ങൾക്ക് ഒരു ഘടകവും മനസ്സിലാകുന്നില്ല. ബീഹാറിൽ നിതീഷ് കുമാർജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പേരുകൾ മറക്കുന്നതിനെക്കുറിച്ച് അല്ല, പേര് നിങ്ങളും ഞാനും മറന്നുപോകും, അതൊരു അജണ്ടയല്ല. പക്ഷേ എൻ്റെ വിശ്വാസം നിതീഷ് കുമാർജി ബീഹാർ ഭരിക്കാൻ യോഗ്യനാണെന്നാണ്. ഞാൻ ചോദിച്ചിരുന്നു, ബീഹാർ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, നമുക്ക് കാണാം. പക്ഷേ ഒരു കാര്യം ആളുകൾ സത്യസന്ധമായി പറയുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും അവർ പറയുന്നു, ഇതാണ് പരിധിയെന്ന്. നിങ്ങൾ ഇത്രയും കാലമായി അധികാരത്തിലുണ്ട്. തിരഞ്ഞെടുപ്പിന് 3 മാസം മുൻപ് നിങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് 10,000 രൂപ നൽകുമെന്ന്. നിങ്ങൾ ഉപയോഗിക്കുന്ന സർക്കാർ പണം വോട്ട് വാങ്ങാനായി ചെലവഴിക്കുകയാണ്. ഇതാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല? ഇത് വളരെ വ്യക്തമാണ്. കുറച്ച് പ്രൊഫഷണൽ ആയിരിക്കണം. അർണബ് ജി, ഇത് നോക്കൂ, ഇത് ബീഹാറിലെ ജീവിക രീതി. ഇത് 2006-07 ലോകബാങ്കിൽ നിന്ന് വായ്പയെടുത്തു തുടങ്ങിയതാണ്. അക്കാലത്ത് ബീഹാറിലെ പെൺകുട്ടികൾ 10 മുതൽ 15 വയസ്സ് വരെയുള്ള പെൺമക്കൾ, സഹോദരിമാർ, അവരോട് നിതീഷ് ജി പറഞ്ഞു, നിങ്ങൾ വസ്ത്രം വാങ്ങിക്കോളൂ. കാരണം പെൺകുട്ടികൾ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. സൈക്കിള് നൽകി, അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി. മെട്രിക് പാസാക്കി 10,000 രൂപ നൽകി. ഇന്റർമീഡിയറ്റ് പാസ്സായപ്പോൾ അവർക്ക് 15,000 രൂപ നൽകി. ബിരുദം നേടിയപ്പോൾ അവർക്ക് 25,000 രൂപ നൽകി. അപ്പോൾ ഇതൊരു മുഴു ശൃംഖലയാണ്. ഏത് മകളെയാണോ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് അവളെ ഇപ്പോൾ ലക്ഷപ്രഭു ദീദിയാക്കാനുള്ള ജോലി ആരംഭിച്ചു. 1,21,00,000 കുടുംബങ്ങൾ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ 1,70,00,000 സ്ത്രീകളുമായി സംവദിച്ചപ്പോൾ അതിൽ നിന്ന് 3 വലിയ ഘടകങ്ങൾ ഉയർന്നു വന്നു എന്നത് ശരിയാണ്. ഒന്ന്, പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. നമ്മുടെ പ്രായമായവർ, വിധവകളായ സഹോദരിമാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക്. നിതീഷ് ജി അത് 200-ൽ നിന്ന് 400 ആക്കിയിരുന്നു. 400-ൽ നിന്ന് അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചു, 1,100 ആക്കി. രണ്ടാമതായി, വൈദ്യുതി ബില്ലിനത്തിൽ ഏകദേശം 1,000 രൂപ ഞങ്ങൾക്ക് പ്രതിമാസം നൽകേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. ബീഹാറിൽ ഏകദേശം 16,000 കോടി രൂപ ഞങ്ങൾ ഇതിനകം സബ്സിഡിയായി നൽകുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ സബ്സിഡി നൽകുന്നത് നിതീഷ് ജി ആണെന്ന് ബീഹാറിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അതിൽ 5,000 കോടി രൂപ കൂടി ടോപ്പപ്പ് ചെയ്തു. ഇന്ന് ബീഹാറിലെ 1,90,00,000 ഗാർഹിക കുടുംബങ്ങൾക്കും 125 യൂണിറ്റിന് 100% സബ്സിഡി നൽകുന്നുണ്ട്. ഇന്ന്
സമ്രാട്ജി, പക്ഷേ പ്രണയ് ചോദിച്ചതിനെക്കുറിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് ആശങ്കയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 6 മാസം മുൻപ് നൽകിയില്ല? നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം മാത്രം നൽകിയത്? കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് സൈക്കിളുകൾ ഓർമ്മയുണ്ട്. അത് വളരെ മികച്ചതായിരുന്നു. ഞങ്ങളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഞാൻ അവരെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുമെന്നും അവർ എന്നും അദ്ദേഹം പറഞ്ഞു. അതെ, പണം നൽകിയിരുന്നു. കാരണം നിങ്ങൾ ജനങ്ങളോട് ചോദിച്ചിട്ട് സൈക്കിൾ കൊടുത്താൽ അഴിമതിയാകും, പക്ഷേ ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ദാദാജിയുടെ ശബ്ദത്തിൽ. download.comൽ നിന്ന് എടുത്ത വാർത്തകൾ, സൗജന്യ ആഗോള കായിക വാർത്തകൾ, വാർത്തകൾ വിശകലനം, രാഷ്ട്രീയം, സാമ്പത്തിക വാർത്തകൾ, ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സാമൂഹിക വിവർത്തനം, വിപണി വാർത്തകൾ, ബിസിനസ് വാർത്തകൾ, ശാസ്ത്രീയ വാർത്തകൾ, കായിക വാർത്തകൾ, പ്രാരംഭ സ്ക്രീനിലെ മുദ്രാവാക്യങ്ങളും ശബ്ദങ്ങളും. എൻ്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തിരഞ്ഞെടുപ്പിനിടയിൽ നൽകുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നോട്ട് തന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരൂ എന്നൊരു ധാരണയാണ് ഇത് നൽകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സമ്രാട് ബാലസുന്ദർ റാവുജി, ഇല്ലില്ല, അങ്ങനെയല്ല. നോക്കൂ, ബീഹാറിലെ സ്ത്രീകൾ അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയാണ്. ഏകദേശം 56,000 കോടിയുടെ വിപണി ഞങ്ങളുടെ ഇവിടെ ജീവികാതീതികളുടേതായുണ്ട്. ഇതൊരു വലിയ ഇടപാടാണ്. അതിനെ നമ്മൾ എത്രത്തോളം ഉയർത്തുന്നുവോ അത്രത്തോളം ബീഹാർ അഭിവൃദ്ധിപ്പെടും. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. രാജീവ് രാജൻ, എനിക്ക് നിങ്ങളോട് ചില വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് എന്നെ ആശങ്കപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങൾ അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ചിലപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ നിങ്ങൾ വെറുക്കുന്നു. നിങ്ങളെപ്പോലുള്ള ചില ആളുകളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സമൂഹത്തെ വിഭജിക്കുന്നു, ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുമില്ല. മറ്റുള്ളവർ ഞങ്ങളെ ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടി എല്ലാവർക്കുമൊപ്പം, എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയാണ്. ഇല്ല. ഇപ്പോൾ നിങ്ങൾ ശരി, ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളെപ്പോലെ എല്ലാ മുസ്ലിമുകളും ബീഹാരികളാണ്, ശരിയല്ലേ? ശരി. ഇല്ല, ഞാൻ ഒട്ടും വിഭജിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ എല്ലാവരുടെയും കൂടെ നിൽക്കുന്നു എന്നാണ്. നോക്കൂ, ഇല്ല, എൻ്റെ വിശ്വാസം. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞാനത് ചെയ്യാറേയില്ല. ബീഹാറിന്റെ അഭിവൃദ്ധിക്ക് എല്ലാവരെയും ആവശ്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഭാരതത്തെ കെട്ടിപ്പടുത്ത, ഭാരതത്തിൽ ജനിച്ച, ഭാരതത്തിന്റെ പൗരനായ ഒരാളോട് നമുക്ക് എങ്ങനെ വേർതിരിവ് കാണിക്കാൻ കഴിയും? ചെയ്യാൻ കഴിയുകയേയില്ല. നിങ്ങളുടെ സഖ്യത്തിൽ മറ്റൊരു കുട്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ചിരാഗ് പാസ്വാൻ. ആണോ? ഉണ്ട്. ലോക്സഭയിൽ 5 സീറ്റുകൾ ലഭിച്ചു. അതുകൊണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അത്രയും സീറ്റുകളിൽ ടിക്കറ്റ് നൽകി. അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു, ഭാവിയിൽ ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചാൽ നിങ്ങളുടെ സർക്കാർ തിരികെ വരാൻ അദ്ദേഹം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ഭാവിയിൽ എന്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം? കാരണം ഇപ്പോൾ ഇത്രയധികം യുവനേതാക്കൾ വന്നിരിക്കുന്നു. എല്ലാവരും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഒരിടത്തും ഒരു പ്രശ്നവുമില്ല. നോക്കൂ, രാഷ്ട്രീയത്തെ സമയവും സന്ദർഭവുമാണ് നയിക്കുന്നത്. ഒന്ന്, ചിരാഗ് പാസ്വാൻജിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചിരാഗ് പാസ്വാൻജി ബീഹാറിലെ ഒരു വലിയ നേതാവാണ്. കഴിഞ്ഞ 11-12 വർഷമായി ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. രാംവിലാസ് ജി ഒരു വലിയ നേതാവായിരുന്നു. 70കൾ മുതൽ ബീഹാറിൽ പ്രവർത്തിക്കുകയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ചിരാഗ് പാസ്വാൻ ഒരു വലിയ നേതാവാണ്.
അതിലൊരു സംശയവുമില്ല. ചില കാര്യങ്ങൾ സമയത്തിനനുസരിച്ചാണ്. സമയത്തിനനുസരിച്ച് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നു. സമ്രാട്ട് ജി, എനിക്ക് നിങ്ങളോട് 2 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം, ഈ അടുത്ത കാലത്ത് താങ്കൾക്കെതിരെ വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉയർന്നു. അത് ഉന്നയിച്ചത് പ്രശാന്ത് കിഷോറാണ്. ഒന്ന്, പ്രശാന്ത് കിഷോറിനെക്കുറിച്ച് താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ താങ്കൾ എന്തുകൊണ്ടാണ് ഒരിക്കലും പ്രതിരോധിക്കാതിരുന്നത്? അത് കൊലപാതക കേസിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ താങ്കളുടെ യോഗ്യതയുടെ കാര്യമായാലും അവസാനം എന്താണ് ഈ നിസ്സഹായാവസ്ഥ? എന്റെ വ്യക്തമായ വിശ്വാസം, ഏതെങ്കിലും ക്രിമിനൽ കേസിൽ സമ്രാട് ചൗധരിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ ഇന്നത്തെ തീയതിയിലും ഞാൻ സന്യാസം സ്വീകരിക്കണം. ഞാൻ 30 വർഷമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പ്രവർത്തിക്കുന്നു. ഞാൻ പൊതുവേദികളിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, നിയമസഭാ രേഖകളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വലിയൊരു സ്ഥലമില്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരിടം. എന്റെ ഉത്ഭവം തന്നെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ ജോർജ് സാഹബും നിതീഷ് കുമാർജിയും ചേർന്നാണ് സമതാ പാർട്ടി രൂപീകരിച്ചത്. സ്ഥാപക അംഗങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ 22 പേരെ ജയിലിലടച്ചു. ഞങ്ങളുടെ വീടുകൾ തകർത്തു. പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്ന കിണറ്റിൽ പോലീസോ ഗുണ്ടകളോ മൂത്രമൊഴിച്ചു. ഞങ്ങളുടെ വീട് തകർത്തു. ഞങ്ങളെ ജയിലിലടച്ചു. ആയിരക്കണക്കിന് ലാത്തികൾ ഈ ശരീരത്തിൽ പ്രയോഗിച്ചു. കാരണം ഞങ്ങൾ ലാലുജിയുടെ എതിരാളികളായിരുന്നു. മുഴുവൻ കുടുംബവും ഒന്നടങ്കം. പിന്നെ ആ കേസിന്റെ കാര്യം, അതൊരു കനി ഗുണ്ടാ സംഘങ്ങളുടെ പോരാട്ടമായിരുന്നു. ജനതാദളും കോൺഗ്രസ് പാർട്ടിയും 2 സംഘങ്ങൾ തമ്മിൽ പോരടിക്കുകയായിരുന്നു. അതായിരുന്നു ആ പോരാട്ടം. മനുഷ്യാവകാശ കമ്മീഷൻ എന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി. നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനെ നിർബന്ധിച്ചു. നഷ്ടപരിഹാരം നൽകി ഞങ്ങളുടെ വീട് നന്നാക്കി പണിയിപ്പിച്ചു. അതിനുശേഷം കോടതി ഞങ്ങളെ കുറ്റവിമുക്തരാക്കി. പോലീസ് അന്വേഷണം നടന്നു. എല്ലാ നടപടിക്രമങ്ങളും 2003 പൂർത്തിയായി. ഈ കേസിൽ പ്രതികളായിരുന്ന എല്ലാവർക്കും ശിക്ഷ ലഭിച്ചു. അപ്പോൾ ചിലർക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ തങ്ങളുടെ വാക്കുകൾക്ക് ഒരു പ്രചാരം നൽകണം. രണ്ടാമതായി, ശില്പി ഗൗതം കേസ് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ 2 ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒരു ഐസ്ക്രീംകാരന്റെ പേര് രാകേഷ് മസ്കര എന്നായിരുന്നു. അയാളെക്കുറിച്ച് എനിക്ക് ഉചിതമായ ഒരു വേദിയിൽ മാത്രമേ എന്തെങ്കിലും മറുപടി നൽകാൻ കഴിയുകയുള്ളൂ, അല്ലേ? താങ്കൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, ഉചിതമായ വേദിയിൽ രേഖകൾ നൽകാമെങ്കിൽ ഉചിതമായ വേദിയിൽ ഞാൻ അത് നൽകിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയല്ലേ ചെയ്യേണ്ടത്? എനിക്ക് റോഡിലോ ഗാന്ധി മൈതാനത്തോ പോയി ഇരിക്കാൻ കഴിയില്ലല്ലോ. താങ്കൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു. പക്ഷേ ആർക്കെങ്കിലും എൻ്റെ രേഖാമൂലമുള്ള തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഉചിതമായ വേദിയുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്തേക്ക് പോകണമായിരുന്നു. ആളുകൾ പോയി. എനിക്കെതിരെ പോയിട്ടില്ല എന്നല്ല. മനീഷ് ജി, താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, 99-ൽ എനിക്കെതിരെയും ആളുകൾ പോയിരുന്നു. PK സിൻഹ ഗവർണർ സാഹിബിന്റെ അടുത്ത് പോയി, ഇലക്ഷൻ കമ്മീഷണറുടെ അടുത്ത് പോയി. 2000-ൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ എനിക്കെതിരെ കോടതിയിൽ പോയി. കീഴ്ക്കോടതിയിൽ പോരാടി, ഹൈക്കോടതിയിൽ പോരാടി, സുപ്രീം കോടതിയിൽ പോരാടി. 2003-ൽ വിധി വന്നു. അത് കോടതിയുടെ വിധിയാണ്. ഞാൻ കോടതിയുടെ വിധി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതെന്ന്. ഇതിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു പങ്കുമില്ല. ഇനിയിപ്പോൾ ഞാൻ ആരോട് എന്തു പറയാനാണ്? എനിക്ക് രാഷ്ട്രീയപരമായി സംസാരിക്കാൻ കഴിയും. തെളിവുകൾ ഒരു ഉചിതമായ വേദിയിൽ മാത്രമേ നൽകാൻ കഴിയൂ. അവസാനത്തെ റാപ്പിഡ് ഫയർ. ഞാൻ താങ്കളോട് 5 ചോദ്യങ്ങൾ ചോദിക്കാം. ഒറ്റ വാക്യത്തിൽ ഉത്തരം. നിങ്ങൾ സർക്കാർ രൂപീകരിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങൾ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം? നിതീഷ് ജിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നിന്ന് പുറത്തുപോയ യുവാക്കളെ തിരിച്ചറിഞ്ഞ് ബീഹാറിൽ അവർക്ക് തൊഴിലും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുക.
മൈഗ്രേഷനോ? മൈഗ്രേഷൻ, ബാക്കിയുള്ള ആളുകൾ. ഇവിടെ 11% മൈഗ്രേഷൻ ഉണ്ടായിരുന്നു, ഇന്നത് 2%. താങ്കൾ മദ്യനിരോധനം തുടരുന്നതിനെ അനുകൂലിക്കുന്നുവോ അതോ എതിർക്കുന്നുവോ? ഇല്ല, ഞാൻ 100% ഇതിനെതിരാണ്. നിതീഷ് ജി തന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനമാണ് മദ്യനിരോധനം നടപ്പിലാക്കിയത്. നിതീഷ് ജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായി ഞാൻ ഇതിനെ കാണുന്നു. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. എത്ര സ്ത്രീകൾ ഇവിടുത്തെ വോട്ടർമാരിൽ സ്ത്രീകൾക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്? നിങ്ങളുടെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീകൾ ഉണ്ടാകും? ഈ സർക്കാർ നിതീഷ് ജിയുടേതാണ്. നിതീഷ് ജിക്ക് നിങ്ങൾക്ക് എത്ര പേരെയാണ് വേണ്ടത്? അല്ലല്ല, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാർ ഒരുക്കിയ സംവിധാനം വെച്ച് 2029 ശേഷം വരുന്ന ഏത് സർക്കാരിലും 30 മുതൽ 40% വരെ സ്ത്രീകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 30-40% ഉണ്ടാകുമോ? ഉണ്ടാകണം, ഒരു സംശയവുമില്ല. 50% ഉണ്ടാകണം. അവസാനത്തേതിന് മുൻപുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും സഖ്യം മാറുമോ? മാറുകയോ? നിങ്ങളുടെ സഖ്യകക്ഷികളെ മാറ്റുക, പക്ഷേ നിങ്ങളുടെ ചരിത്രമോ? ഞാൻ വ്യക്തിപരമായി ലാലുജിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, നിതീഷ് ജിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, മൂന്നാമതായി മോദിജിക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. മോദിജി വന്നതിന് ശേഷമാണ് ആദ്യമായി പ്രത്യയശാസ്ത്രം എന്താണെന്ന് മനസ്സിലായത്, രാഷ്ട്രം എന്താണെന്ന് മനസ്സിലായത്. നിതീഷ് ജി വികസനം കൊണ്ടുവന്നുകൊണ്ടിരുന്നു, ഒരു സംശയവുമില്ല. ലാലുജി വെറുതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഭഗവതിയ ദേവിയെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു എന്ന്. പിന്നീട് മനസ്സിലായി ലാലുജി ഹാഫ് പാൻഡിട്ട് നടക്കുന്ന കാലത്ത് ഭഗവതിയ ദേവി MLA ആയിരുന്നു എന്ന്. അതുകൊണ്ട് ലാലുജി സംസാരിക്കാൻ മിടുക്കനാണ്, ഒന്നും ചെയ്യില്ല. നിതീഷ് ജി കാര്യങ്ങൾ ചെയ്തു കാണിച്ചു. നിതീഷും മോദിജിയും ഒരു പ്രത്യയശാസ്ത്രവും ഒരു സംവിധാനവും നൽകി. അത് കാരണം ബീഹാർ നിങ്ങൾ ഇനി ഒരിക്കലും മാറില്ലേ? ഒരിക്കലുമില്ല. ഒരിക്കലും മാറില്ല, അല്ലാതെ? ഇല്ല, ഒരിക്കലുമില്ല. അവസാനമായി മഹാത്മാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം ഒരു മഹാനായ നേതാവാണ്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻപ് രാജ്യം ദരിദ്രമായിരുന്നപ്പോൾ അമേരിക്ക, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ പോയി ജീവിക്കുകയും അതിനുശേഷം പെട്ടെന്ന് വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഒരു മുണ്ടുടുത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത ഒരാൾ. അദ്ദേഹത്തെക്കാൾ വലിയ നേതാവ് ആരാക്കാനാണ്? ഗ്ലോബൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെ വിശപ്പ് പഠിപ്പിക്കുകയും അത് നൽകുകയും ഇന്ത്യയിൽ അഹിംസയിലൂടെ മാത്രം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്ത അദ്ദേഹം. ഇതിനേക്കാൾ വലുതായി ഒന്നും ഉണ്ടാകാനില്ല, ഒരു പോരാട്ടവുമില്ല. താങ്കളുടെ സമയത്തിന് വളരെ നന്ദി. നിങ്ങൾ എത്ര തിരക്കിലാണ് ഓടി നടക്കുന്നതെന്ന് എനിക്കറിയാം. ഈ തിരഞ്ഞെടുപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? നോക്കൂ, ബീഹാറിലെ പോരാട്ടം വികസനവും വിനാശവും തമ്മിലാണ്. കാരണം പൗർണമിയിലെ നിലാവും അമാവാസിയിലെ രാത്രിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടി വരും. ബീഹാറിലെ ജനങ്ങളും യുവാക്കളും അവരുടെ അമ്മയോടും അച്ഛനോടും മുതിർന്നവരോടും ബീഹാർ എവിടെയായിരുന്നു, ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ബീഹാറിൽ NDA 200 കടക്കും. നന്ദി.